ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മാങ്ങ കൊണ്ട് ഒരു അടിപൊളി സ്പോഞ്ച് കേക്കാണ് തയ്യാറാക്കി എടുക്കുന്നത്. അതും വളരെ സിമ്പിളായിട്ട് തന്നെ മിക്സിയിലാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കി ഇടുന്നതെന്ന് നോക്കാം. മാംഗോ കേക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് അത്യാവശ്യം പഴുത്ത ഒരു മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ചെറിയ ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. മുട്ട ഇഷ്ടമില്ലാത്തവർക്ക് ബട്ടർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതൊന്ന് നന്നായിട്ട് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ചേർക്കാനുള്ളത് പഞ്ചസാരയാണ്. 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മാങ്ങയിൽ അത്യാവശ്യം മധുരം ഉള്ളത് കൊണ്ട് തന്നെ 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് മെൽറ്റഡ് ബട്ടറോ അല്ലാന്നുണ്ടെങ്കിൽ 1 കപ്പ് സൺഫ്ലവർ ഓയിലോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് 1 മിനിറ്റ് അടുപ്പിച്ച് അടിച്ചെടുക്കുക. നല്ല ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ 1 മിനിറ്റ് കറക്റ്റായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്കതിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഞാനൊരു അരിപ്പ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1/2 സ്പൂണ് ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ബേക്കിംഗ് പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ ഈനോ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ മെഡിക്കൽ സ്റ്റോറിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇനി ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ചേർത്തിട്ടുണ്ട്. ഇത് കൂടി നന്നായിട്ടൊന്ന് ഇളക്കി നല്ല രീതിയിൽ തരിയൊന്നും ഇല്ലാത്ത രീതിയിൽ ഒന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് പാലാണ്. ബട്ടർ മിൽക്ക് ആണെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാമെന്നാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ പാല് ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മാവൊന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പാല് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് അരിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മിക്സാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ കുറേശ്ശെയായിട്ട് 2 പ്രാവശ്യമായിട്ട് നമുക്കിതിലേക്ക് ഇട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കുമ്പോൾ നടുഭാഗത്തു നിന്നായിട്ട് ആദ്യം തന്നെ ഇളക്കി തുടങ്ങുക. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മിക്സായി കിട്ടുന്നതായിരിക്കും. ആദ്യം നടുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം സൈഡ് അരിവുകളൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഞാൻ 2 സ്റ്റെപ്പായിട്ടാണ് കേട്ടോ ഇത് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കട്ട പിടിച്ച് പോകും. അതുകൊണ്ട് തന്നെ ഇതുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ടൈറ്റായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മിൽക്ക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതുകൂടി മിക്സ് ചെയ്ത് നല്ലൊരു കൺസിസ്റ്റൻസി തിക്ക് കൺസിസ്റ്റൻസി ആയിരിക്കണം. ഇതുപോലെ ഒരു ക്രീമി ടെക്സ്ചറായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ കേക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മാംഗോ കേക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നില്ല. ഇപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. അതിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് തേച്ച് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ തേച്ച് കൊടുത്താലും മതിയാവും. ഞാനിത് സാധാ ഒരു പേപ്പറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കൂടി കുറച്ചൊന്ന് ബട്ടർ തേച്ച് കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്ക് ബാറ്റർ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നല്ലപോലെ പൊങ്ങി വരുന്നതായിരിക്കില്ല. ഇടയ്ക്കിടയ്ക്ക് ഹോൾ വീണതുപോലെ കിടക്കും. അതുകൊണ്ട് തന്നെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് നന്നായിട്ട് കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇതിനായിട്ട് ഞാൻ സാധാരണ ഒരു വലിപ്പമുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ പാത്രം ഇറക്കി വെച്ചിട്ടുള്ളത്. ഇത് ഇനിയൊരു ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്കൊരു 30 മിനിറ്റ് തൊട്ട് 35 മിനിറ്റ് വരെ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ ഒരു 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്ക് നന്നായിട്ട് വെന്ത് വന്നോന്ന് ഒരു സ്പൂണ് കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ടൂത്ത് പിക്ക് കൊണ്ടോ കുത്തി വെക്കാവുന്നതാണ്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് ചൂട് ചെറുതായിട്ടൊന്ന് ആറിയതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് നമ്മൾ മിക്സിയിൽ തന്നെയാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നല്ല സ്പോഞ്ച് കേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ബട്ടർ പേപ്പർ ഒന്ന് റിമൂവ് ചെയ്ത് കളയാം. ഇതിപ്പോൾ നമ്മൾ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് കളയും. എന്നിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീട്ടിലത്തേക്ക് ക്രീമൊന്നും ചെയ്തെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ഒരു കുഞ്ഞു ചാനലുണ്ട് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.